വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35-36 തിരുലിഖിതങ്ങൾ. നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചു വിരിക്കുവിൻ. തങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന ഉടനെ അവന് വാതിൽ തുറന്നു കൊടുക്കാൻ അവൻ്റെ വരവും കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവിൻ എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ ഭഗ്നാശനാകരുത് എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലെന്നോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറിൽ വചനങ്ങൾ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. കൊല്ലത്ത് നിന്ന് ലീലാമ ജോണാണ് ഈ സാക്ഷ്യം എഴുതി അറിയിക്കുന്നത്. ഞങ്ങൾ അഭിഷേകാഗ്നി എന്ന ദൈവവചന ശുശ്രൂഷ ഷാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ കാണുന്നവരാണ്. എൻ്റെ കൊച്ചുമകൻ ആഷിക്ക് എപ്പോഴും തുപ്പുന്ന ഒരു സ്വഭാവത്തിൻ്റെ അടിമയായി. മാത്രമല്ല, അവൻ തുപ്പലെടുത്ത് തലയിൽ തൂക്കുകയും ചെയ്യുന്നത് പതിവായി. വല്ലാത്തൊരു ഭയവും അവനെ പിടികൂടി. ഒരു പനി വന്നതിന് ശേഷമാണ് അവനിൽ ഇങ്ങനെയുള്ള തകർച്ച സംഭവിച്ചത്. ഇത് ഞങ്ങളെല്ലാവരെയും വിഷമത്തിലാഴ്ത്തി. ഇത് നിമിത്തം കഴിഞ്ഞ വർഷം 3 മാസം അവൻ സ്കൂളിൽ പോകാൻ പറ്റാതെ വിഷമിച്ച് വീട്ടിലിരിക്കേണ്ടി വന്നു. ഇതുകൊണ്ട് കഴിഞ്ഞ മധ്യവേനൽ അവധിക്കാലത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഞങ്ങൾ അവനെ സമർപ്പിച്ച് എല്ലാ ഞായറാഴ്ചയും 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു. ഏപ്രിൽ മാസത്തിലെ ഒരു ഞായറാഴ്ച യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ്റെ മേൽ അത്ഭുത ദൈവശക്തി വ്യാപരിച്ചു. അന്ന് തൊട്ട് പിന്നീട് അവന് ആ പീഡ ഉണ്ടായിട്ടില്ല. അവൻ പരിപൂർണ സന്തോഷത്തിലും സൗഖ്യത്തിലും ഇരിക്കുന്നു. യേശുവിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കൊല്ലത്ത് നിന്ന് ലീലാമ ജോൺ ഈ ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. കുട്ടിക്കൊരു ദുർപീഡ പിടിപെട്ടു. അവർ മനസ്സ് തകർന്നില്ല. ഡോക്ടർമാർക്കോ മെഡിക്കൽ സയൻസിനോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അന്തരീക്ഷത്തിൽ 3 മാസം സ്കൂളിൽ പോകാൻ പോലും പറ്റാതെ കുട്ടി വീട്ടിലിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അവർ നിരാശരാകാതെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വചനം കേൾക്കുകയും പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിലെ ഞായറാഴ്ചകളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു തവണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും വലിയ വിശ്വാസത്തോടു കൂടി യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ വിടുതലുകളും സൗഖ്യങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ഒരു വചന ശുശ്രൂഷയിലേക്ക് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ പേര് ചൊല്ലി വിളിക്കണമേ. ആർക്കെങ്കിലും ഈ വചന ശുശ്രൂഷ ചെയ്യാൻ തടസ്സമായിട്ട് സാത്താന്യ ബന്ധനങ്ങൾ ഉപദ്രവങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. വചനം കേൾക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, മരവിപ്പ്, മന്ദത, തുറവിയില്ലായ്മ, എതിർചിന്തകൾ ഇവ പീഡിപ്പിക്കുന്ന ഏതെങ്കിലും മകനോ മകളോ ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദുർപീഡകളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവതിവാക്കന്മാർ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം പ്രാപിക്കട്ടെ. ഓ ദൈവമേ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ
വയ്യാതെ തളർന്നിരിക്കുന്ന രോഗികൾ, എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ശാരീരികമായി തകർന്നിരിക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടുത്ത പനി, കടുത്ത തലവേദന, കടുത്ത നട്ടല് വേദനകൾ, കടുത്ത തരത്തിലുള്ള ജോലി തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലെന്നോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടുന്ന് അവന് നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. ദൈവപുത്രനായ യേശു നൽകിയിരിക്കുന്ന ഉറപ്പാണത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിപ്പിച്ചൊരു സംഭവമുണ്ട്. ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും ഒരു നേഴ്സാണ് ഫോൺ ചെയ്തിരിക്കുന്നത്. ആ നേഴ്സ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു വച്ച എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല. എത്രയാ പ്രാർത്ഥിക്കുന്നത്? ഇനി ഞാൻ പ്രാർത്ഥന നിർത്താൻ പോവുക. ആ കുട്ടിയെ എനിക്കറിയാം. കുറച്ച് വർഷങ്ങൾ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ധ്യാനം നടത്തിയപ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നതാണ്. കേരളത്തിലെ നല്ലൊരു കുടുംബം, നല്ല മാതാപിതാക്കന്മാർ, അവർ പഠിപ്പിച്ച് എൻ്റെ നേഴ്സിങ്ങിൻ്റെ അടുത്ത ലെവൽ പഠിക്കാൻ ഓസ്ട്രേലിയക്ക് അയച്ചു. ഓസ്ട്രേലിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും പാർട്ട് ടൈം ജോലി കിട്ടി. ഈ കുട്ടിക്ക് മാത്രം പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. അന്ന് ഈ കുട്ടി വന്ന് പറഞ്ഞു, എനിക്ക് ജോലിയില്ല അച്ഛാ, പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കുട്ടിക്ക് പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. ഒരുപാട് ഞെരുക്കം, ഒരുപാട് വേദന. വീണ്ടും അവരുടെ കൂടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും താമസിക്കാൻ നല്ല നല്ല വീടുകൾ ലഭിച്ചു. ഈ കുട്ടിക്ക് താമസിക്കാൻ നല്ല വീട് ലഭിച്ചില്ല. 5-6 പേര് ചേർന്ന് ഒരു വീടെടുത്ത് അങ്ങനെ താമസിക്കുകയാണ്. വീണ്ടും ഈ കുട്ടിയുടെ പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇതാ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിയമം മാറ്റി. അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റിന് വിലയില്ലാതായി. അപ്പോൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ കുട്ടി വിളിച്ചു, ഇതാ നിയമം മാറിയച്ചാ, എല്ലാം നശിച്ച്, ഞാൻ വീണ്ടും പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും മകളെ, ദൈവം ഇടപെടും. എന്തായാലും ദൈവം ഇടപെട്ടു. ആ വർഷത്തെ സർട്ടിഫിക്കറ്റിന് ഗവൺമെൻറ് അംഗീകാരം കൊടുത്ത്. അതുകൊണ്ട് വീണ്ടും പഠിക്കേണ്ടി വന്നില്ല, കാര്യം മുമ്പോട്ട് നീങ്ങി. വീണ്ടും ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു. കൂടെ പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി, ഈ കുട്ടിക്ക് മാത്രം ജോലി കിട്ടിയില്ല. അപ്പോൾ ആ കുട്ടി വീണ്ടും വിളിച്ചു, അച്ഛാ എല്ലാവർക്കും ജോലി കിട്ടി, എനിക്ക് മാത്രം ജോലിയില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കുമകളെ, ദൈവം ഇടപെടും. ആ കുട്ടി പ്രാർത്ഥിച്ചു. താൽക്കാലികമായും ഒരു സ്ഥാപനത്തിൽ ആ കുട്ടിയെ ജോലിക്കെടുത്തു. എന്നാൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില പേപ്പറുകൾ കിട്ടാത്തത് കൊണ്ട് 3 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്നും ആ കുട്ടിയെ പറഞ്ഞു വിട്ട്. ഇപ്പോൾ ജോലിയില്ല, വീടുമില്ല. ആ കുട്ടി വിഷമിക്കുകയാണ്. അപ്പോഴാണ് തകർന്ന മനസ്സുമായി ആ കുട്ടി വിളിക്കുന്നത്. ആ കുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു. അത് ശരിയാണ് ആ കുട്ടി പറഞ്ഞത്. നന്നായി പ്രാർത്ഥിക്കുന്ന കുടുംബം, ആ കുട്ടിയും വ്യക്തിപരമായി നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടി, നല്ല വിശുദ്ധിയുള്ള കുട്ടി, ദേവാലയ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടി. പക്ഷെ 3 വർഷം കഠിനമായ കണ്ണുനീരിൻ്റെ വർഷങ്ങൾ. എവിടെ തൊട്ടാലും പാതാളത്തിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ, പിടികിട്ടാത്തതുപോലെ, കിട്ടുന്ന പിടിവള്ളി പോലും പൊട്ടിപ്പോകുന്നത് പോലെ അങ്ങനെ തകർന്നപ്പോഴാണ് കുട്ടി പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു, എനിക്ക് മാത്രം ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരയില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ലെന്നാ തോന്നണേ, ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നില്ല. വിഷമം കൊണ്ട് ആ കുട്ടി പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മടുക്കാതെ ഭഗ്നാശരാകാതെ വീണ്ടും പ്രാർത്ഥിക്കുക. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മക്കളെ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, ജീവിതത്തിൽ അന്ധകാരങ്ങൾ വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പരീക്ഷണങ്ങളും വരും. അപ്പോൾ നീ ഭഗ്നാശയാകാതെ നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു പറയരുത് മകളെ.
ആ കുട്ടി അത് സ്വീകരിച്ചു. ആ കുട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പേപ്പർ കിട്ടി. ആ ഓസ്ട്രേലിയ ദേശത്ത് ആ കുട്ടി താമസിക്കുന്ന ആ ടൗണിലെ, ആ സ്റ്റേറ്റിലെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഹൈ സാലറിയോടുകൂടെ ആ കുട്ടിക്ക് പോസ്റ്റിംഗ് കിട്ടി. പോസ്റ്റിംഗ് കിട്ടിയെന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ ഭർത്താവിനെ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വിസ പെട്ടെന്ന് ശരിയായി. 2-3 ആഴ്ച കൊണ്ട് ഭർത്താവിനെ കേരളത്തിൽ നിന്ന് അവിടെ എത്തിക്കാൻ സാധിച്ചു. നല്ലൊരു വീട് ആ കുട്ടിക്ക് വേണ്ടി പെട്ടെന്ന് ഒരുങ്ങി കിട്ടി. വാടക കുറവും ഒരുപാട് കൺസെഷനും ഗവൺമെൻറ് ആനുകൂല്യങ്ങളുള്ള നല്ലൊരു വീട് ആ കുട്ടിക്ക് ലഭിച്ചു. മാത്രമല്ല, ഭർത്താവ് ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നല്ല സാലറിയുള്ള ഒരു ജോലിയും ദൈവം കൊടുത്ത്. നോക്കി, പെട്ടെന്ന് 1.5 മാസത്തിനുള്ളിൽ യൂട്ടിപ്പടി എന്ന് പറഞ്ഞ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. തൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കുട്ടികളെക്കാളും ആ കുട്ടി സൗഭാഗ്യവതിയായി മാറി. അതിനുശേഷം സന്തോഷത്തോടെ വിളിച്ച് പറയാണ്, അച്ഛാ, നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. ഈ 2-3 വർഷം എനിക്ക് കിട്ടാതെ എനിക്ക് മുടങ്ങി കിടന്നെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി അച്ഛാ. എൻ്റെ ദൈവം, നമ്മുടെ ദൈവം നല്ല ദൈവം, നല്ല ദൈവം. സന്തോഷം അടക്കാൻ പറ്റാതെ എപ്പോഴും പറയണം, ദൈവം നല്ല ദൈവം, നല്ല ദൈവം. ഇനി എൻ്റെ ജീവിതകാലത്ത് ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കില്ല. ആ കുട്ടി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവപുത്രനായ യേശു ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലെന്നോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടുന്ന് നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങൾ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിയമാവർത്തന പുസ്തകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന് കാനാൻ നാട് സ്വപ്നദേശമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് നടന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും ഓടിയിട്ടും സ്വപ്നദേശത്തേക്ക് എത്തിച്ചേരുന്നില്ല. നീണ്ട 40 വർഷങ്ങൾ ഇതാ ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലൂടെ ആ സ്വപ്നദേശം തേടി നടക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ അതിൻ്റെ മർമ്മം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എളിമപ്പെടുത്താനും നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പരീക്ഷിച്ച് മനസ്സിലാക്കാനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തവനെ പോലെ ദൈവം കുറച്ച് ഒളിച്ചിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അന്ന് നമ്മൾ ചിന്തിക്കും, ദൈവം ഇല്ലേ, ദൈവം എവിടെയാ, എൻ്റെ പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കണില്ലല്ലോ, മനസ്സ് മടുത്തതുപോലെ ചിലപ്പോൾ തോന്നും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഭഗ്നാശരാകരുത് എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ദൈവം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയാൻ തക്കവണ്ണം നമ്മളൊന്ന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇടപെടുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം നമ്മളെ പരീക്ഷണത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സ് പതറരുത്. 1 വർഷമോ 2 വർഷമോ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ഒരു അനുഗ്രഹം താമസിച്ചാലും നിങ്ങൾക്ക് ഈ 30 വർഷവും നഷ്ടപ്പെട്ടതെല്ലാം ഒരു ക്ഷണം കൊണ്ട് തിരിച്ചു തരാൻ കഴിവുള്ളവനാണ് കർത്താവ്. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം അവൻ തിരികെ നൽകും. നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം തിരികെ തരാൻ കഴിവുള്ളവനാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ്. ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ ചഞ്ചല ചിത്തനാകരുത്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി അപേക്ഷിച്ചു. ദൈവം താമസിക്കുന്നുവെങ്കിൽ മനസ്സിൽ ദുർബലപ്പെടരുത്. ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശ്ലീഹ യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ഉം 8-ഉം തിരുലിഖിതങ്ങളിൽ ശ്ലീഹ പഠിപ്പിക്കുകയാണ്, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന്
എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു ആത്മീയനാണോ നീ? നീ ഒരു പ്രാർത്ഥിക്കുന്നവനാണോ? നീ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവനാണോ? നീ ദൈവത്തോട് അപേക്ഷിക്കുന്നവനാണോ? നീ മനസ്സിലാക്കേണ്ട ഒരു കർശന പാഠമാണിത്. സംശയ പ്രകൃതിയും ചഞ്ചല മനസ്കനുമാണെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ദൈവത്തിൻ്റെ വചനം യാക്കോബ് ശ്രീകർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടലിലെ തിരമാലകൾക്ക് സദൃശൻ തന്നെ. ഹല്ലേലൂയ. ഒരു ആത്മീയനാണെങ്കിൽ മനസ്സിലൊരു അല്പം ഒരു ഉറപ്പ് വേണം. ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിക്കുന്ന ദൈവത്തോട്, ഞാൻ കല്ലിനോടും മണ്ണിനോടും അല്ല, ഞാൻ ജീവിക്കുന്ന എൻ്റെ കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വേണം. 1 വർഷമോ 5 വർഷമോ 10 വർഷമോ 20 വർഷമോ ഒരു കാലദൈർഘ്യമല്ല കർത്താവിൻ്റെ സന്നിധിയിൽ. ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. മകനെ, മകളെ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്നൊരു ഉത്തരം വരാത്തതിനാൽ മനസ്സ് തളർന്നിരിക്കുകയാണോ? മനസ്സിൽ വിശ്വാസം ദുർബലപ്പെടുകയാണോ? ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ, എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്. ജെറമിയ 31:17 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്. ഇതാ ഒരു ദൈവപൈതൃക അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പാലാ രൂപതയിലുള്ള മല്ലികശ്ശേരി എന്ന പ്രദേശത്ത് നിന്ന് PJ തോമസ് ആണ് ഈ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ PJ തോമസിൻ്റെ വിഷയം ഇതാണ്, ഒരു പുതിയ സ്ഥലം വാങ്ങണം, ഇപ്പം നിലവിലുള്ള സ്ഥലം വിൽക്കണം, ഒരുപാട് കടങ്ങളുണ്ട്, അത് വീട്ടണം. ഈ 3 പ്രശ്നമാണ് PJ തോമസിനെ അലട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു. എത്ര പ്രാർത്ഥിച്ചിട്ട് ഉത്തരയില്ല. ഒരുപാട് നേർച്ച കാഴ്ചകൾ ചെയ്തു, ഉത്തരയില്ല. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി വന്നു, ഉത്തരയില്ല. അങ്ങനെ മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അങ്ങനെ അദ്ദേഹം സഖിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു നിർദ്ദേശം നൽകി, 23 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. നീ 23 ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലി മുട്ടിപ്പായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് സന്ദേശം തന്നു. അത് ആ ചേട്ടനോട് പറഞ്ഞു. മണ്ണും വെഞ്ചരിച്ചു കൊടുത്തു. ആ ചേട്ടൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഞാൻ അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിച്ച് 23 ദിവസം പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. മണ്ണും വെഞ്ചരിച്ച് തന്നു. തിരികെ വരുമ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ സീറ്റിൽ മണ്ണ് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ബസ് വിട്ടുപോയി. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ മനപ്രയാസപ്പെട്ട് സ്റ്റാൻഡിൽ തരിച്ചു നിന്നുപോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും കൂടി 100 മീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറത്ത് റോട്ടിലേക്ക് ഇറങ്ങി. ആ റോട്ടിൽ ബസ് നിർത്തിയിട്ട് ഡ്രൈവറും കണ്ടക്ടറും കൂടി തിരിച്ചു വന്ന് സ്റ്റാൻഡിൽ വന്ന് എന്നെ കണ്ടുപിടിച്ചു. പുറകിൽ നിന്ന് ടിക്കറ്റ് എഴുതി വന്നതുകൊണ്ട് സീറ്റിൽ കൂടിയിരിക്കുന്നത് കണ്ട് കണ്ടക്ടർ പെട്ടെന്ന് ബസ് നിർത്തി എന്നെ അന്വേഷിച്ച് പുറപ്പെടുകയായിരുന്നു. ഇങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ ആരെയും ഇന്ന് വരെ വന്ന് വിളിച്ചിട്ടില്ല എന്ന് അവരെന്നോട് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ഭയങ്കരമായൊരു ഇടപെടലായിരുന്നു. അതിനുശേഷം അച്ഛൻ പറഞ്ഞ പ്രകാരം 23 ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. 23-ാം ദിവസം രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയി വരുമ്പോൾ സ്ഥലം വാങ്ങാനുള്ള ആൾ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ സ്ഥലം വിൽക്കാൻ സാധിച്ചു. വിറ്റ ഉടനെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കടങ്ങളും വീട്ടാനും പുതിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് വാങ്ങാനും സാധിച്ചു. ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ യേശുവിനെ ആരാധിച്ച് ജീവിക്കുന്നു. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കാലം ഇവർ കണ്ണുനീരൊഴുക്കി, കുറേ കാലം പ്രാർത്ഥിച്ച്, എന്നിട്ടൊന്നും ഉത്തരം വരാതെ വന്നത് നിർത്തിയില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നിർത്തിയില്ല. ഇവർ വീണ്ടും ദൈവിക മാർഗത്തിൽ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ചു. ദൈവം ഇടപെട്ട് അവരുടെ കണ്ണുനീര് സന്തോഷമാക്കി മാറ്റി, അവരുടെ ഭാവി പ്രത്യാശപൂർണമാക്കി. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ, മനസ്സ് മടുത്തിരിക്കുന്നവർ, മരവിച്ചിരിക്കുന്നവർ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർ, നിരാശപ്പെട്ടിരിക്കുന്നവർ, ജീവിതത്തിൻ്റെ മടുപ്പിലേക്ക് പോയവർ, ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നവർ, ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക്, അവരവരുടെ വേദനകളിലേക്ക്, ഓ ദൈവമേ, ഇപ്പോൾ കുളിർ കാറ്റായി വ്യാപരിക്കണമേ, ഇപ്പോൾ അത്ഭുതത്തിൻ്റെ ശക്തിയായി വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഈജിപ്തിലും ഇസ്രായേലിലും എല്ലാ ജനതകളുടെ ഇടയിൽ ഇന്നോളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് പ്രസിദ്ധനായ കർത്താവേ, ഈ കുടുംബത്തിന് വേണ്ടി ഒരു അത്ഭുതം ഇന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 35-ാം തിരുലിഖിതം. കർത്താവേ, ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദോഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായം 36-ാം തിരുലിഖിതം. ഓ ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ 10,000ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ. രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുകയില്ലെന്നോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, അവിടുന്ന് അവർക്ക് നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുലിഖിതം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട എല്ലാ അഭിഷേകങ്ങളും നിറയട്ടെ. ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായം 2-ാം തിരുലിഖിതം. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതിസൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് ഓടിയിറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.